C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഞാനെന്താ ഇങ്ങനെ ചോദിച്ചതെന്ന് നീ വിചാരിക്കാനും പാടില്ല. എന്നോട് സത്യം പറയണം. സത്യം പറയാം. ഇപ്പൊ നീ ഛർദിച്ചതിന്റെ കാരണം എന്താ? നീ ഇപ്പൊ ഛർദിച്ചതിന്റെ കാരണം എന്താന്ന് എനിക്കറിയണം. സത്യം പറയണം, നോണ പറയരുത് എന്നോട്. അയ്യോ അമ്മ, അത് ഞാന് ഇന്നലെ ഷവർമ കഴിച്ചു, അതിന്റെയാണ്. അത് വയറ്റിൽ പിടിക്കാതെ വന്നപ്പോ ഛർദിച്ചതാ. അതിന് ഇന്നലെ നീ ഇവിടുന്ന് പുറത്തു പോയിട്ടില്ലല്ലോ. അല്ല, ഇന്നലെ അല്ല, മിനിഞ്ഞാന്നേ ഓഫീസിലെ സാറുണ്ട്, ശിവദാസ് സാറിന്റെ മോളുടെ ബർത്ത്ഡേയുടെ ഒരു പാർട്ടി കിടന്നു. അപ്പൊ അതിൽ വെച്ചിട്ട് എല്ലാവർക്കും ഷവർമ സാറ് കൊണ്ട് തന്നായിരുന്നു. അപ്പൊ അത് കഴിച്ചിട്ട് പിടിക്കാതെ വന്നപ്പോ ഇന്ന് ഞാൻ ഛർദിച്ചതാ. മിനിയാന്ന് കഴിച്ചതിന് ഇന്നാണോ ഛർദിക്കുന്നത്? ചിലതൊക്കെ അങ്ങനെയാ, ഡിലേ ആയിട്ട് ഫുഡ് ദഹിക്കാതെയൊക്കെ കിടന്നിട്ടേ അത് മനം പുരട്ടി വന്നതാ. ഷവർമ ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പായിട്ടും അമ്മേ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? വേറെ എന്ത് കുഴപ്പാ? ഷവർമയുടെ തന്നെയാണമ്മേ. ആണല്ലേ? ആ. ഹാവൂ, എന്റെ ഭഗവതി, നീ കാത്ത്. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഞാൻ എന്തൊക്കെ ആലോചിച്ചു കൂട്ടിയത് എന്റെ ഭഗവാനെ. അമ്മ എന്തൊക്കെയാ ആലോചിച്ചു കൂട്ടിയതപ്പോ? അമ്മ എന്തൊക്കെയാ ആലോചിച്ചു കൂട്ടിയത്? അല്ല, അതല്ല, നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ ഇങ്ങനെ വരാൻ വഴിയില്ല. അപ്പൊ ഞാൻ നീ ഛർദിച്ചപ്പോ വിചാരിച്ചേ നിനക്ക് ഇവിടുത്തെ ഭക്ഷണം പിടിക്കാഞ്ഞിട്ടാന്ന് വിചാരിച്ച് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു മോളെ. ഇപ്പഴാ സമാധാനമായത് അമ്മയ്ക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല ക്ഷീണുണ്ട് മോളുടെ മുഖത്ത്. ഉണ്ടോ? അമ്മ എന്തെങ്കിലും കൊടുത്തയക്കണം? വേണ്ട വേണ്ട വേണ്ട. എന്നാ മോള് റെസ്റ്റ് എടുത്തു. റെസ്റ്റ് എടുത്തോ. ശരി, ഓക്കെ. പുണ്യേട്ടാ, ഇത് കെട്ടി വെച്ചേക്കുന്നേ? നീ പറഞ്ഞിട്ടില്ല ഞാൻ കെട്ടിയേ? ഞാനെന്ത് പറഞ്ഞു? നീയല്ലേ കുമാരി അടുത്ത് പറഞ്ഞ എന്റെ കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുറിവില്ലാതെ എന്തിനാ കെട്ടിവെച്ചേ? ആ കെട്ടിയപ്പൊക്കെ രസം ഉണ്ടായിരുന്നു, ഇപ്പഴാ പുലിവലായത്. എന്റെ അപ്പുണ്യേട്ടാ, ഇപ്പൊ അമ്പിളിക്ക് അറിഞ്ഞു, പങ്കിയാമൻ അറിഞ്ഞു. ഇനി ഇതിവിടെ ബാക്കി എല്ലാരും അറിഞ്ഞിട്ടേ മുറിവുണ്ടോന്ന് നോക്കാൻ ഇത് തുറന്നു നോക്കിയിട്ട് ഇല്ലാന്നെങ്ങാനും കണ്ടാണ്ടല്ലോ, അതിന്റെ കൂടെ കുമാരിയേച്ച ഇത് കെട്ടിയെന്നും കൂടെ അറിഞ്ഞാണ്ടല്ലോ, വിരലല്ല കൈ വെട്ടിക്കളയവര്. അപ്പൊ എന്താ വേണ്ടേ? ഇത് അഴിച്ചിട്ടേ ഇത് കെട്ടിവെക്ക്. നാളെ കാണുവേ ചെറിയ മുറിവാന്ന് പറഞ്ഞിട്ട് നമുക്ക് അഴിച്ചു കളയാം. പങ്കിയമ്മാവനോട് ഞാൻ വലിയ മുറിവാന്നാ പറഞ്ഞേ. ഓ, ഇനി ആരോടും അങ്ങനെ പറയാൻ നിക്കണ്ട. അഴിക്ക് എടുത്തോ. കുമാരി കെട്ടിയതാ. അതെ, ഈ തുണി എന്റെ കയ്യിൽ തന്നെ എന്നോട്ടോ. തുണിയും തരില്ല. തുണി അവിടെ വെച്ചോ, വേണ്ട. കൈ കാണിക്ക്. ഇത് മതി. ഒന്ന് മതിയാ? ഒന്ന് മതി. ഇനി വേണോ? എന്തിന്? ഒന്നുകൂടി ഉണ്ടായിക്കോട്ടെ. പുണ്യേട്ടാ, അഴിക്കാനും കിട്ടണില്ല. വേഗം വേഗം ആയിക്കോ. മതിയാ? വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാ ഞാനറിഞ്ഞു ഇങ്ങനെയൊക്കെ ആവുന്നു. ഇല്ലില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പൈസ അടച്ചാലല്ലേ നമുക്കത് ചാർജായി കിട്ടുള്ളൂ. ഇല്ല, അവൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. ഞാനേ സയ്യറിന്റെ വാട്സാപ്പിൽ അതിന്റെ ഒരു ബ്രൗഷർ ഉണ്ട്, അത് വിടാ. അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉണ്ട് കേട്ടാ. ശരി എന്നാ. എന്താ? ഒന്നും പറയണ്ട ഷാഹിന, നമ്മൾ ഈ ന്യൂ ഇയർ ആയിട്ട് ഒരു കോംബോ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ടായി. കേബിളും നെറ്റും കൂടി എടുക്കണവർക്ക് കണക്ഷൻ ഫ്രീന്ന്. ഈ മനോഹരൻ ഇപ്പൊ എല്ലാ വീട്ടിലും നടന്ന് പറയണ 1 കൊല്ലത്തേക്ക് ഫ്രീ ആണ്, 1 കൊല്ലത്തേക്ക് ഫ്രീ ആണെന്നും പറഞ്ഞ്. ഇപ്പൊ അത് കേട്ടിട്ട് ആളുകൾ എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാ വീട്ടിലും പറഞ്ഞോ? എല്ലാ വീട്ടിലും അല്ല, ഒരുവിധം കളറുള്ള പെൺപിള്ളേരുള്ള വീട്ടിലൊക്കെ ഇവൻ കയറി പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, ഞാനെങ്ങനെ കൊടുക്കാനാണ് 1 കൊല്ലം ഫ്രീ? അതെങ്ങനെ പറയാതിരിക്കും? അതിപ്പോ മനോഹരന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മുതലാളിയെ കണ്ടല്ലേ പഠിക്കുന്നേ. മുതലാളിക്ക് എന്താ കുഴപ്പം? മുതലാളിക്ക് എന്താ കുഴപ്പമില്ലാത്ത? എടി, ഞാനാകെ നിന്റെ വീട്ടിൽ മാത്രമല്ല ഓഫർ പറഞ്ഞോളൂ. ഇവൻ പരക്കെ നടന്നു കൊടുക്കണേ. ഇവനിപ്പോ ഒറ്റാന്തടിയായിട്ട് തന്നെ കിട്ടുന്ന കാശ് മുഴുവൻ അവൻ പിരിച്ചു തിന്നെ. വലിയ ഓട്ടത്തിലായിരുന്നു ബലരാമേട്ടാ. ഓട്ടത്തിലോ? ഓട്ടം കല്യാണത്തിന്റെ. അല്ല, ഇവിടുത്തെ കല്യാണത്തിന് മജീദ് എന്തിനാ കിടന്നു കൊടുത്തേ? അതാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടോ? അയ്യോ, ഇവിടത്തെ അല്ല. പിന്നെ
അതെ വാപ്പിച്ചിയുടെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ടല്ലോ അച്ഛാ. ആ കല്യാണത്തിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. മജീദ് എന്താണ് ഈ വഴിക്കൊന്നും കാണുന്നില്ലപ്പോ? കുറച്ച് തിരക്കായി പോയി. പിന്നെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? അതെ പങ്കിയാമ്മ, നമ്മുടെ അനന്തേട്ടന്റെ കല്യാണം 25-ാം തീയതി അല്ല നിശ്ചയിച്ചത്. അപ്പൊ അതേ ഡേറ്റിന് തന്നെ കല്യാണം നടത്തണമെന്ന് വാപ്പിച്ചിയുടെ പെണ്ണുവീട്ടുകാർക്ക് ഒരേ നിർബന്ധം. ആയിക്കോട്ടെ, മാറ്റമില്ലല്ലോ, 25-ാം തീയതി അല്ലേ? നമ്മുടെ കല്യാണമല്ല, അവരുടെ കല്യാണം ആ ഡേറ്റിൽ തന്നെ നടത്തണമെന്ന്. അപ്പൊ ഇതൊന്ന് അങ്ങാടാ ഇങ്ങാടാ നീക്കി വെക്കണമെന്ന് അച്ഛനോട് ആലോചിക്കാൻ വന്നാണ് വാപ്പിച്ചി. മജീദ്ക്കാടെ കല്യാണം അല്ലേ? അയ്യോ എടാ പങ്കി, അല്ല അത് നടക്കുവാടാ. പിന്നെ ഇത് നടക്കില്ലല്ലോ. അല്ല 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 അതൊക്കെ അതിന്റെ ആ ഒരു സാഹചര്യം അനുസരിച്ചിട്ടൊക്കെ അങ്ങോട്ട് ഓരോരുത്തരും വിധി പോലെ അങ്ങോട്ട് നടന്നോളേ. അതെ അതെ, അത് വേറൊന്നുമല്ല പങ്കിയമ്മ. ഈ അനന്ത സാറിന്റെ കല്യാണം കുറച്ചു ദിവസത്തേക്ക് അങ്ങോട്ട് നീട്ടി വെക്കുകയാണെങ്കിലേ എനിക്കും സുലുവിനും കൂടി അനന്ത സാറിന്റെ കല്യാണത്തിന് പങ്കെടുക്കാമല്ലോ. അല്ല സുലു അതാരാ? അത് വാപ്പ കെട്ടാൻ പോണ പുതിയ ഉമ്മയുടെ പേരാണ്. സുലേഖ എന്നാ പേര്. വാപ്പ ഇപ്പൊ സ്നേഹം കൊണ്ട് സുലു എന്ന് വിളിക്കും. കല്യാണമൊക്കെ കഴിയുമ്പോ എന്ത് വിളിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതെ മജീദ്ക്ക, ഇതിപ്പോ ഇതേ ആഗ്രഹം ചിലപ്പോ അനന്തനുണ്ടെങ്കിലോ, മജീദ്ക്കാടെ കല്യാണത്തിന് അനന്തനും ദേവിക്കും കൂടി വരണം എന്ന് തോന്നിയാലോ? അല്ല അല്ല എന്താ കുട്ടറെ പേര്? അയ്യേ, എന്തിനാ ചിരിക്കണേ? ഒന്നുമില്ലേ. നീ ഇവിടെ ചിരിച്ചളിച്ച് നിക്കാണ്. ആ അടുക്കളയിൽ എന്തോരം പണിയുണ്ട് പെണ്ണേ. അടുക്കളയിൽ എന്ത് പണി? അടുക്കളയിൽ എന്താ പണിന്ന് അറിയണെങ്കിലേ വല്ലപ്പോഴൊക്കെ അടുക്കളയിലേക്ക് ഒന്ന് കയറണം മോളെ. അതൊക്കെ അമ്മയ്ക്ക് അങ്ങ് ചെയ്താ പോരെ, വെറുതെ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? എന്റേന്നൊന്ന് കിട്ടിയാണ്ടല്ലോ ഷായന, നീ പിന്നെ എണീക്കില്ല, അതുകൊണ്ടാ ഞാൻ തല്ലാത്തത്. പക്ഷെ ഈ പോക്ക് പോവാണെങ്കിൽ അധികം വൈകാതെ മോൾ അതെന്റെന്ന് വാങ്ങൂട്ടാ. ഈ ഷായനൊക്കെ അടുക്കളയിലൊക്കെ പണിയെടുക്കാൻ മടിയല്ലേ? മൂത്ത മടിച്ചല്ലേ? അപ്പൊ നിനക്ക് ആ ദേവികേച്ചിനെ കണ്ട് പഠിച്ചൂടെ? എന്തൊക്കെ പണിയെടുക്കണ്ട് വീട്ടില്? പെണ്ണുങ്ങളായ പണിയെടുക്കണം നന്നായിട്ട്. അപ്പുണ്ണേട്ടാ, പുണ്യേട്ടാന്ന് വിളിച്ചിട്ട് കാര്യമില്ല, പണിയെടുക്കണം. അതന്നെ. മുറിന്റെ കാര്യം അമ്മയോട് പറയട്ടെ. മുറിന്റെ കാര്യം അമ്മയോട് പറയട്ടെ. എന്താടാ? അല്ല അവള് പണിയൊക്കെ എടുക്കണ്ടമ്മേ. അവള് ഇന്നലേക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തന്നു മിടിക്കാണ്. അത് ശരി, ഇതല്ലല്ലോ നീ നേരത്തെ പറഞ്ഞത്. അല്ല അവള് മിടിക്കാണ്. അതെ, ചിരിച്ചോണ്ട് നിൽക്കാതെ അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ല്. അടുക്കളയിൽ ചെറിയ ചെറിയ പണിയൊക്കെ അല്ലേ ഉള്ളൂ. അമ്മേ, ഈ കൊല നമുക്ക് ഈ ആഴ്ച വെട്ടാട്ടാ. ഇതെന്താ നിന്റെ കൈമേലത്തെ മുറിവ് ഇതുവരെ ഉണങ്ങിയില്ല പുണ്യെ? ഇല്ലമ്മേ. അമ്മ നോക്കട്ടെ. അതെ, മുറിവ് ചെറുതായി, പക്ഷെ വേദനയുണ്ട്. അതാ അന്ന് അഴിച്ചു കെട്ടി തരാമോ? ഒന്ന് അഴിക്കണ്ട. എന്തിനാ അഴിക്കണേ? അഴിച്ചു കഴിഞ്ഞാലേ പിന്നെ ആ ബാൻഡേജിന്റെ മേലുള്ള പശ പോവാ, പിന്നെ ഒട്ടൂല. അത് സാറിടാ, പുതിയ ബാൻഡേജ് വെച്ചിട്ട് അമ്മ ചുറ്റി തരാം. വേണ്ട, അത് 2 ദിവസം ഉണങ്ങിക്കോളും. അമ്മയുടെ പണിയെടുത്തോ, ഞാനേ പുല്ലെടുക്ക പോവാ. എങ്ങനെയുണ്ട് ഷാഹിനയ്ക്ക് കാർഡ് ഇഷ്ടായ? ഇഷ്ടായി. നമുക്ക് ഇത് മതി രമണ. ഓക്കെ. എന്താന്ന് വെച്ചാലേ വലിയ ആർഭാടത്തിനൊക്കെ പോയാല് ചിലപ്പോ ഷോക്കൊക്കെ അടിച്ചാലേ. അല്ല ഇത് മതി, നീ നോക്കിയേ, നല്ലല്ലേ? ആർക്കായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇഷ്ടം. അതെ, അപ്പൊ നമുക്ക് ഇത് മതി. നമുക്കൊരു 5000 അടിച്ചേക്കാം. 5000? ഇതെന്താ സമ്മേളനം ഉണ്ടോ? 4000 പേര് എന്റെ തന്നെ ആൾക്കാരുണ്ട്. നിങ്ങളുടെ ആൾക്കാരുണ്ടാവില്ല ഒരു 1000 പേര്. പിന്നെ എന്തൊക്കെയാ? ഓ സുഖമായിട്ടിരിക്കണം. എപ്പോ വന്നു? ഞാൻ കുറച്ചേരായി. അനന്താ, അല്ല രമണേട്ടനെ കല്യാണക്കുറിയുടെ ഒരു ഡിസൈനൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് അങ്ങനെ വന്നതാ. കണ്ടുനോക്കടാ, നല്ല പോഷ. ഇതടിച്ചല്ലേ? അല്ല ഇത് സാമ്പിളാ. നിന്റെ പേര് വേണമെങ്കിൽ വലുതാക്കണോ? വേണ്ട, മതിയല്ലോ. തന്നെ മതി, ധാരാളം. അല്ല നീ വന്നിട്ട് വണ്ടിയുടെ ഒച്ചൊന്നും കേട്ടില്ലല്ലോ. ഇല്ല, വണ്ടി ചെറിയൊരു പ്രശ്നം. അതിലെന്തോ ഒരു കേബിൾ എന്തോ വിട്ടു എന്ന് പറഞ്ഞിട്ട് വർക്ക്ഷോപ്പിലാ. സ്കൂട്ടറായി. സ്കൂട്ടറാ? അപ്പൊ നിനക്ക് കാറില്ലേ? കാറില്ല. ഇല്ല, അമ്മയ്ക്ക് പേടിയാ കാർ എടുക്കണ്ട. അല്ല നിനക്ക് ലൈസൻസ് ഉണ്ടോ? അയ്യോ, പണ്ട് ലൈസൻസ് എടുത്ത് വെച്ചിരിക്കില്ലേ കളിയാ? അതെ, കാർ ഓടിക്കത്തില്ലേ? കാറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓടിക്കണം. പക്ഷെ എന്നാലാണ് നമുക്ക് ഡ്രൈവിംഗ് മറന്നു പോകാതിരിക്കുള്ളൂ. അപ്പൊ കാറില്ല അല്ലേ? അല്ലേ ചേച്ചി? കുഴപ്പമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതെ, ഞാൻ പോട്ടെ, എനിക്ക് പ്രസ്സിലൊന്ന് പോണം. അല്ല അമ്മേ, ചായ? അയ്യോ, ചായ എടുക്കാൻ രമണ. വേണ്ട, എനിക്ക് ചായ വേണ്ട. എന്നുള്ള പാലും വെള്ളം കുടിക്കാമോ? പാല് വേണ്ട. എന്നുള്ള സംഭാരെങ്കിലും കുടിച്ചിട്ട് പോകാമോ? നിന്റെ അടുത്തല്ലേ പറഞ്ഞൊന്നും വേണ്ടാന്ന്. ഞാനേ പെട്ടെന്ന് വിചാരിക്കരുതേ. അപ്പോ കാർഡ് മേടിച്ചല്ലേ? പിന്നെ കാർഡ് അടിക്കണ്ടേ കല്യാണത്തിന്?
ഇതെന്താ പങ്കിയ ചെറുക്കൻ പറയണത്? അല്ല കാർഡ് അടിക്കണ്ടേ? അടിക്കേണ്ടതൊക്കെ അടിക്കട്ടെ, ഒരു അടി ഉറപ്പ് തന്നെ. അല്ലെങ്കിൽ അല്ല, ഒരു പ്രാവശ്യമെങ്കിലും ഒരു കാർഡ് അടിക്കണല്ലോ. അപ്പൊ അതാണ്. എടാ നിനക്ക് ചായ വേണ്ടേ? ആ ചായ എന്തുണ്ട്? എന്താണാ പറ. ഓ ഞാൻ പറഞ്ഞ സാധനം എവിടെ? എന്ത് ശാനം? തോക്ക് തോക്ക്. തോക്കോ? അയ്യടാ, അത് അച്ഛൻ മറന്നുപോയല്ലോ. എന്താ അച്ഛാ ഇത്? എന്തേ? എന്ത് പറഞ്ഞാലും അച്ഛൻ ജയിക്കൂല. ഇത് മറന്നുപോയതല്ലടാ. അപ്പൊ എന്റെ പാവയോ? പാവി നീ പറഞ്ഞിരുന്നോ? ഓ, അത് മറന്നുപോയി. അതെന്താ അച്ഛൻ രണ്ടും മറന്നുപോയത്? എന്താ അച്ഛ അങ്ങനെ? എങ്ങനെ? അച്ഛനൊരു ഉത്തരവാദിത്തം ഇല്ലല്ലോ. ഉത്തരവാദോ? ഉത്തരവാദിത്വം എന്താണ്? ഉത്തരവാദിത്തം. കറക്റ്റ്. അല്ല, എന്തിനാ നിനക്ക് തോക്ക്? അച്ഛനോട് ചോദിക്കാൻ. എന്നെ വെടി വെക്കാനാ? എന്തിനാണ് വെടി വെക്കണത്? അച്ഛൻ തോക്ക് വാങ്ങിച്ചു തന്നില്ലല്ലോ. തോക്ക് നമുക്കൊരു കാര്യം ചെയ്ത് നാളെ വാങ്ങാം. എനിക്ക് ഇന്ന് വേണം. ഈ നാളെ വാങ്ങാടാ. എനിക്ക് ഇന്ന് വേണം. ഇന്നെങ്ങനെ തോക്ക് കിട്ടും? ഇന്ന് തന്നെ വേണോ? ഇന്ന് തന്നെ വേണം. ഇപ്പൊ വേണോ? ഇപ്പൊ വേണോ? ഇപ്പൊ വേണം. എങ്ങനെ നോക്ക്. കൊള്ളാം. ഒട്ടിക്ക്. അച്ഛാ എന്റെ പാവ എന്തേ? പാവ നമുക്ക് നാളെ വാങ്ങാം. അല്ലല്ലോ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല അച്ഛന്. എപ്പോഴും കുഞ്ചുവിനോടാ സ്നേഹം. കുഞ്ചുവിനോട് മാത്രോ? ആര് പറഞ്ഞു? നീ അമ്മടെ അതേപോലെ കേട്ടോ. നിനക്കെന്താ വേണ്ട? പാവയല്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടായ? രണ്ടാൾക്കും ഇഷ്ടായ? ആരെങ്കിലും കണ്ടിട്ട് ഇത് എവിടുന്നേന്ന് ചോദിച്ചാ ആര് വാങ്ങിച്ചെന്ന് പറയും. അച്ഛൻ വാങ്ങിച്ചതെന്ന് പറയരുതടാ. ആര് വാങ്ങിച്ചെന്ന് പറയും? അങ്കിള് വാങ്ങിച്ചെന്നൊന്നും പറയണ്ട. അമ്മ വാങ്ങിച്ചെന്നു പറഞ്ഞായി. ആര് വാങ്ങിച്ചതെന്ന് പറയും? ആര് വാങ്ങിച്ചു തന്നു എന്ന് പറയും. ഇനി മറന്നെങ്ങാനും പോയിട്ട് അങ്കിള് വാങ്ങിച്ചെന്നു പറയോ? പറയോ? ആര് വാങ്ങിച്ചെന്ന് പറയും? ആര്? അമ്മ. 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 ആരാത്? ദേവികേ, ഇതെന്താ സംഭവം? ദേവിക എന്താ കാറിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയത്? അപ്പൊ വീടിനകത്ത് എന്താണ് സംഭവം? അതെ, ജ്വല്ലറിയിൽ നിന്നിപ്പോ ചെറുതായിട്ടൊന്ന് തലകറങ്ങി വീണു. അപ്പോ ഞാനും മറ്റുള്ള ജീവനക്കാരെല്ലാരും കൂടി താങ്ങി പിടിച്ച് ഇരുത്തി ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കേന്ന് തോന്നുന്നു. ശരി സാർ. ശരിയാണ്. ശരി, മരുന്നതിനകത്ത് വെച്ചിട്ടുണ്ടോ? ദേവികേ, എന്താ അമ്മ? ജ്വല്ലറിയിൽ എന്തിനാ പോയത്? ജ്വല്ലറിയിലല്ലേ? അതെന്താ വെച്ചാലേ അമ്മ, അതെ എന്റെ അമ്മയില്ലേ, ഇപ്പൊ ഞാൻ ട്രാൻസ്ഫർ ആയി പോകുമ്പോഴത്തേനും അമ്മയ്ക്കൊരു സ്വർണ്ണമോതിരം വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചേ. അപ്പത്തേനും ആ മോതിരം എടുക്കാൻ വേണ്ടിട്ട് ജ്വല്ലറി ചെന്നതാ. അപ്പൊ അവിടെ വെച്ചിട്ടേ പെട്ടെന്നൊരു തലകറക്കം, തലറിങ്ങി വീണു അവിടെ. അപ്പത്തേക്കിനും അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ റെസ്റ്റ് എടുക്കോ? ദേവിക ചെല്ലോ. എന്താ ഈ തിരക്കിന്റെ ഇടയിൽ ഇപ്പൊ അവിടെ പോയിട്ട് മോതിരം കണ്ട വല്ല കാര്യമുണ്ടോ? എന്താ ചേച്ചി ഇങ്ങനെ നോക്കണേ? എന്താ അമ്മക്ക്? ഒന്നുമില്ലടാ.
അല്ല അമ്മയ്ക്കൊരു മോതിരം എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കയറിണ്ടാവേ സ്വർണത്തിന്റെ വില കേട്ടപ്പോ തല ഇറങ്ങിണ്ടാവും. അതെ. അമ്മയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. സംശയം തോന്നാനുള്ള ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. നന്ദൻ മിടിക്ക നിന്നെ കവച്ചു വയ്ക്കും. കറക്റ്റ് സമയത്ത് പറയാനുള്ളത് പറഞ്ഞു. തട്ടി. ഓ അത് കലക്കി. പങ്കിയമ്മ, എന്റെ ആശങ്ക ഇപ്പൊ അതല്ല. ആ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തത് ദേവികയാണെന്ന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതെങ്ങനെ സോൾവ് ചെയ്യും? ദൈവമേ. ഷൈന, അച്ഛാ, ഭയങ്കര ആലോചനയാണല്ലോ. അടുത്ത നോവൽ എഴുതാൻ പോവാണോ? കട്ടൻ ചായ വല്ലതും വേണോ ഭാവന വരാൻ? കട്ടൻ ചായ ഒന്നും വേണ്ട മോളെ. മോളെ എടുത്തു വന്നേ. എന്താ അച്ഛാ? അച്ഛനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. പറയൂ. പറയാം. ദേവിയേക്ക് സുഖമില്ലാതെ വന്നില്ലേ? അത് അഭിനയമാണെന്നാണ് സീതാലക്ഷ്മി എന്നോട് പറഞ്ഞത്. നേരാണോ മോളെ? അങ്ങനത്തെ അല്ല അച്ഛാ, ദേവികേച്ചിക്ക് ശരിക്കും വയ്യാഞ്ഞിട്ടാ. ഞാനല്ലേ മരുന്നൊക്കെ കൊടുത്തേ. ആണോ? അതെ, സംശയിക്കാനൊന്നുമില്ല. ചേച്ചിക്ക് ശരിക്കും വയ്യാഞ്ഞിട്ട് തന്നെയാ. ഓ, അതത്ര വിശ്വാസമൊക്കെ പോരാ. ആണല്ലേ? ഇല്ലേ മോളെ, നമ്മുടെ ഈ നജീബിന്റെ സ്വർണ്ണക്കടയിലേ എത്ര നജീമാരുണ്ടെന്ന് അറിയാൻ എങ്ങനെ ഒരു മാർഗം? നമ്മുടെ നജീബിന്റെ സ്വർണ്ണക്കടയിൽ എത്ര നജീമാരുണ്ടെന്ന് അറിയാൻ എന്താ ഒരു മാർഗമെന്ന്? അതെന്തിനാച്ചാ? അതെ, ഈ പങ്കി ഫോൺ ചെയ്തെന്നോ, ഒരു നജീബ് വിളിച്ചെന്നോ, രണ്ടാമതൊരു നജീബ് വിളിച്ചെന്നോ, എന്തായാലും വിളിച്ച് അല്ലാതെ കുഴഞ്ഞു മറിഞ്ഞു പോയി. ഇതിലൊന്നും നമുക്ക് വിശ്വാസത്തില്ല. അതുകൊണ്ട് എത്ര നജീബുമാരുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അതൊന്നും എനിക്കറിയില്ല അച്ഛാ, അതൊക്കെ പങ്കിയമ്മാവനെ അറിയുള്ളൂ. ആണോ? ആ അച്ഛാ, ദേവികേച്ചിക്ക് ശരിക്കും അസുഖമാണെന്ന് അമ്മേനെ വിശ്വസിപ്പിക്കാനേ ഞാൻ വേറൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യമാണ്? ദേവികേച്ചിയുടെ കയ്യിലേ ആശുപത്രി പോയ OP ടിക്കറ്റ് ഉണ്ടാവുമല്ലോ, ഞാൻ അത് വാങ്ങിച്ചിട്ട് അമ്മേനെ കാണിക്കാം. അപ്പൊ അമ്മയ്ക്ക് വിശ്വാസമാവുമല്ലോ. മതി, അത് മതി. മോള് പോയി പെട്ടെന്ന് നിങ്ങൾ എടുത്തോണ്ട് വാ. അത് കണ്ടെങ്കിലും ഓള് വിശ്വസിക്കട്ടെ. ചില സമയത്ത് എന്തൊരു സ്വഭാവമാ, എല്ലാരെയും അങ്ങ് സംശയ. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? അച്ഛ സത്യം പറയോ? സത്യം പറയാമോളെ. എന്താ? അച്ഛനെ ഇത് എന്ത് കണ്ടിട്ട് അമ്മയെ പ്രേമിച്ച കല്യാണം? അതെ, നന്ദിനി ഇന്നലെ രാത്രി പോലും ഒന്നും കഴിക്കണില്ല. അതിന് വല്ല ആസ്പത്രിയിലും കൊണ്ടോടാ? ആശുപത്രിയിലും കൊണ്ടണ്ട. അവിടെ ഒരു പച്ചമരുന്നുണ്ട്, അത് കൊടുത്താ അപ്പ കഴിക്കുള്ളു. അത് കാണില്ല. കൊറേ നേരമായിട്ട് അറിയണു ഞാൻ. അമ്മ ഒരു പണിയതേ, അമ്മ തൊഴുത്തിലേക്ക് തന്നെ. ഞാൻ എന്തിനാ തൊഴുത്തിലേക്ക് പോണേ? അമ്മ ഒരു അമ്മല്ലേ, ഒരു പെണ്ണല്ലേ. അപ്പൊ അമ്മ പോയി നോക്കിയാ അതിനൊരു സമാധാനം ഉണ്ടാവും. ഈ ചെക്കനെന്ത് ഭ്രാന്തായി പറയണ്? എടാ, നീ അല്ലെങ്കിൽ തന്നെ 24 മണിക്കൂർ അതിന് തീറ്റ കൊടുത്തിട്ട് വയറ് നിറഞ്ഞിട്ടാവും തിന്നാത്തത്. വയറ് നിറഞ്ഞിട്ടൊന്നും അല്ല അമ്മേ, അതിനെന്തൊരു ഏനക്കേടുണ്ട്. ആ പച്ചമരുന്ന് കിട്ടിയാൽ മതി. അമ്മ എന്തുകൊണ്ട് കാര്യം വന്നേ? ആ ഒന്ന് തെരഞ്ഞത്. പിന്നെ എനിക്കിപ്പോ അത് തരാനല്ലേ നേരം. എടാ, അതിന് വയ്യെങ്കിൽ വല്ല ഡോക്ടറെ അങ്ങോട്ട് വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കേ. ഡോക്ടറിന് കാണിക്കണ്ട അമ്മേ, അത് കിട്ടിയാ മതി. അമ്മ നിങ്ങോട്ട് വന്നേ, ഒന്ന് നോക്ക്. ഞാൻ വന്നിട്ട് എന്തിനാ? അമ്മ ഒന്ന് നോക്കല്ല. ഏതലയുടെ കാര്യം പറയണ്? ഒരു ചെറിയൊരു ഇലയാണമ്മേ. അത് ഏത് ചെടിയത്? കണ്ടാ എനിക്കറിയും. നിനക്ക് കണ്ടറിയെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാടാ തെരഞ്ഞ കിട്ടുക? നീ തന്നെ തരേണ്ടേ? എന്നാ ഞാൻ തെരഞ്ഞോളാം. അതാ നല്ലത്. കുറെ നേരെ തരുന്നു. അമ്മ എന്താ വഴിയിൽ തന്നെ നോക്കിക്കണേ?
ഒരാള് വരാണ്ട്. ആര്? അതൊക്കെ ഉണ്ട്. എന്താ ആക്ക് പേരില്ലേ? പേരുണ്ടല്ലോ, പേരാണല്ലോ പ്രശ്നം. എന്ത് പ്രശ്നം? അതൊക്കെ ഉണ്ട്. നീ പോയിട്ടെ നിന്റെ പണി എന്താ വെച്ചാ നോക്ക്. അതാ വരണോ? നന്ദിനെ കറിയണേ. അത് എന്നോട്. സീതേ, എന്താ നിനക്ക് എന്താ പറ്റിയേ? അല്ല, നീ എന്ത് കാണിക്കുന്നേ? ഞാൻ ചോദിക്കട്ടെ, നീ എന്തിനാ എല്ലാരെയും സംശയിക്കുന്നേ? എനിക്ക് സംശയ, എല്ലാരെയും സംശയ. നിങ്ങളെ എനിക്ക് സംശയ. എന്നെയോ? എന്നെ കളിപ്പിക്കാൻ നടക്കുന്നവരുടെ കൂട്ടത്തില് നിങ്ങളും ഇല്ലേന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തൊരു വർത്തമാനാ സീതേ പറയുന്നത്? അതെന്താന്നറിയാവോ? ഞാൻ പറഞ്ഞുതരാം, ഇത് കേക്ക്. കേക്കാം. ബലരാമേട്ടാ, നിങ്ങളിത് കേക്കണം. ഈ ദേവിക ഉണ്ടല്ലോ, അവൾ ആശുപത്രി പോയതാണോ അതോ വല്ലവന്റെ കൂടെ കറങ്ങാൻ പോയതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പങ്കിയോട് ചോദിച്ചപ്പോ അവൻ നജീബിനെ വിളിക്കാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ച്. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആസ്പത്രി പോയതിന്റെ OP ടിക്കറ്റ് കൊണ്ടുവരുന്നവന്റെ പേരെ നജീബാണെന്ന് മാറ്റി പറയണമെന്ന് പറഞ്ഞു. അതെന്നെ പറ്റിക്കാനല്ലേ? ബലരാമേട്ട മനസ്സിലാക്കണം. എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ അമ്പിളിയുടെ അടുത്ത് ചെന്ന് അവനെ കൊണ്ട് ആസ്പത്രിയിലേക്ക് വിളിച്ചപ്പോ അവിടെ ഒരു ഉരുണ്ടുകളി. എന്താ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്? എന്നെ പറ്റിക്കാന്ന്. ഞാൻ ആരാ? ഞാൻ കൊച്ചാലും മൂട്ടില്ല. ബുദ്ധിയുണ്ട് തലയില്, അല്ലാണ്ട് കൊട്ടിലെ പാട്ടയല്ല. മനസ്സിലായോ ബലരാമേട്ടന്? അതെന്ത് വർത്തമാനാ സീതേ നീ പറയുന്നത്? അപ്പൊ ഞങ്ങള് കൊട്ടിലെ പാട്ടുകാർ വെറും മണ്ടന്മാരെന്നില്ലോ നീ പറഞ്ഞതിന്റെ അർത്ഥം? ആരാ മണ്ടന്മാര്, ആർക്കാ ബുദ്ധിയുള്ളതെന്നൊക്കെ ഇപ്പൊ അറിയാം. കുറച്ചങ്ങോട്ട് കഴിഞ്ഞോട്ടെ. എന്നോട് കളിക്കാൻ വന്നേക്കുന്നു. അല്ല, നേരെ കുറയായാലും എന്താ കിടന്നില്ലേ? നീ ഇങ്ങോട്ട് വന്ന എന്താളിയാ? ഇങ്ങോട്ട് വന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ. ഒന്നും വേണ്ട. എന്ത് ചോദിക്കാനാ? ഒന്നും ചോദിക്കാനില്ല. ഓ, നീ മാരി ഇങ്ങോട്ട് വന്നേ. എന്താളിയാ? എവള് പറയാന്നേ, നമ്മുടെ ദേവിക്ക് അസുഖം വന്ന ആശുപത്രി പോയതല്ല, വേറെ ആരുടെ കൂടെ കറങ്ങാൻ പോയതാന്ന്. എന്താ മറുപടി പറയാനതിന്? എന്താ ചേച്ചി എന്തൊക്കെ പറയണേ? വളരെ മോശാട്ടോ. അത് മാത്രമാണ്, എന്തോ നജിമെന്ന് പറഞ്ഞ ഒരുത്തൻ ആൾമാറാട്ടം ചെയ്തു വന്നെന്നോ, ഫോൺ ചെയ്ത് പറ്റിച്ചെന്നോ, നീ എവിടെയാണ്ട് പറ്റിച്ചെന്നോ, അമ്പിളി പറ്റിച്ചെന്നോ. അവസാനം എന്തുവാ, ഞാൻ വരെ ഇപ്പൊ സംശയത്തിലാവളു. എന്നെ കൂടെ സംശയിച്ചിരിക്കുക. എന്തുവാടെ ഇതിന്റെ ഒക്കെ അർത്ഥം? എന്തു ഇതിന്റെ കാര്യം? എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അതൊന്നും ഇതിപ്പോ അളിയ എന്താ കാര്യം എന്നറിയും? പറ. നമുക്കൊരു നുണ പറയേണ്ട വന്നാൽ പിന്നെ അത് മറച്ചു പിടിക്കാൻ വേണ്ടിട്ട് വേറൊരു നുണ അങ്ങനെ പറയേണ്ട വന്നു. പിന്നെ അതിന്റെ ഹലോ, എന്താണ്? നീ എന്തിനാണ് ദേവിക ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണം? പിന്നെ ആലോചിച്ചു കൂട്ടാതെ ഇതിപ്പോ ഛർദിയും തലകറക്കൊക്കെ ആയിട്ട് എത്ര പ്രാവശ്യമായി. പിന്നെ അമ്മ അങ്ങനെ വിചാരിക്കുന്നൊരു തെറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല. 25-ാം തീയതി വരെ ഓക്കെ. 25-ാം തീയതി എങ്ങാനും കല്യാണം കഴിയുമോ എന്നുള്ള ആദ്യം ആലോചിച്ച് പേടിയായിട്ടേ കാലും കൈയൊക്കെ തളർന്നു പോകുന്ന പോലെ തോന്നിയിട്ട് കഴിഞ്ഞ ദിവസം ജൂവലറിയിൽ തല ഇറങ്ങി വീണത്. എടി, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അത് നടക്കില്ല. നടന്നാ എന്ത് ചെയ്യും? നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? 17-ാം തീയതി അവള് പോവില്ലേ? അവൾ പോയില്ല എന്ന് വിചാരിക്കാൻ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? കല്യാണം കഴിക്കേണ്ടി വരും. കല്യാണം കഴിക്കേണ്ടി വരും. കല്യാണം കഴിക്കേണ്ടി വരും. കല്യാണം കഴിച്ച് അവരെ കല്യാണം കഴിക്കേണ്ടി വരും. കല്യാണം കഴിച്ചാൽ നമ്മുടെ സന്തോഷം നോക്കിക്കേ. ഒരു കാര്യം ചെയ്യുന്നത് എന്താ സന്തോഷം? എന്നാ ഒന്നാക്കണ്ട, 3-4 കിട്ടും.
അനന്തേട്ടാ അനന്തേട്ടനകത്ത് ദേവികേച്ചി അനന്തേട്ടന്റെ ചിരി കേട്ടല്ല ചിരിയില്ലല്ലോ അനന്തേട്ടാ കാര്യത്തിങ്ങോട്ട് ഇറങ്ങി വാ. ഒരുത്തക്കട്ടം കാട്ടണം ഓരോ പണികള് ഓരോ പണികള്. അയ്യോ ടെൻഷൻ വേണ്ട, വരും. ആ പുണ്യേ, ഇതെന്താ ഇവിടെ ഇരിക്കണേ? ഉറങ്ങണമെന്നില്ലേ നീ? പങ്കിമാവാ ആ അനന്തേട്ടൻ എവിടെ? റൂമില്. അത് ദേവികയുടെ റൂമല്ലടാ. ആ ദേവികയുടെ റൂമിൽ അനന്തേട്ടൻ ഉണ്ട്. ഞാൻ കണ്ടു. കാണേ? അല്ല, കേട്ടതാ അനന്തേട്ടന്റെ ചിരി. അനന്തേട്ടൻ കത്തുണ്ട്. എന്റെ അപ്പുണ്യ, നിനക്ക് എന്തൊക്കെയാ നീ പറയണേ? അല്ല പിന്നെ ഞാൻ പനന്തന്റെ റൂമിൽ നിന്ന് സംസാരിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരണേ? അമ്മാവനോ? ആ പിന്നല്ലാണ്ട്. അമ്മാവൻ കള്ളത്തരം പറയാ. അനന്തേട്ടൻ ഇതിന്റെ അകത്തുണ്ട്. അമ്മാവൻ വിളിച്ചു നോക്കി. ഞാൻ പറയണ കള്ളത്തരം, നീ പറയണതൊക്കെ സത്യം. അമ്മവ ഒരു കാര്യം ഞാൻ പറയും, ഇവിടെ എന്ത് ചുറ്റിക്കളി നടക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞില്ലാന്ന് വേണ്ട. പുണ്യെ, നീ ഇങ്ങനെ കണ്ണി കണ്ടൊന്നും പറഞ്ഞുണ്ടാക്കല്ല എന്റെ പുണ്യെ. നീ കണ്ണി കണ്ടല്ല, പിന്നല്ലാണ്ട് അവരവരുടെ കുടുംബത്തുള്ള ആൾക്കാരെ കുറിച്ചിട്ടാ ഈ പറയണത്. വല്ല പെണ്ണുങ്ങളൊരു റൂമിൽ വന്ന് കിടക്കുന്നിട്ട് അവിടെ വന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് നോക്കിയിട്ട് അവിടെ അവരുണ്ട് ഇവരുണ്ട് വീട്ടുകാരെ കുറിച്ച് പറഞ്ഞ അമ്മാവനെ ഒന്ന് തട്ടി വിളിച്ചു നോക്കിയേ. വല്ല പെൺകുട്ടികളും കിടക്കണ റൂമിൽ അന്തിപ്പാതിരക്ക് വന്ന് തട്ടി വിളിക്കുക. ഇതേ നിനക്കിടക്കുള്ളതാ. എന്ത്? ഇതൊരു രോഗ, ഒരു തോന്നല്. അമ്മാവ, പണ്ട് ഷായനെ ഞാൻ പല സ്ഥലത്ത് നിന്ന് കണ്ടു പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല കേട്ടോ. ഇപ്പൊ അവസാനം എന്തായി? എടാ, അത് ഷായന. ഇതാരാ? ഇത് അനന്തനാ. അനന്തം അജ്ഞാതം അവർണ്ണനീയം. കേട്ടിട്ടില്ലേ നീ? അനന്തന്റെ ശബ്ദം അജ്ഞാതമായിട്ട് എവിടെയും കേൾക്കാം. അത് അവർണ്ണനീയാണ്. ഇത് എന്ന് പറഞ്ഞു വെച്ചേക്കണു. ആ, അതാ ഞാൻ പറഞ്ഞത്. ഇതൊരു രോഗം. ആ, ഒരു തോന്നല. അത് എന്ത് രോഗം? ഈ മറ്റേ തോന്നോ സിൻഡ്രം. എന്താ തോന്നോ സിൻഡ്രം? കേട്ടുണ്ടോ? അങ്ങനുണ്ട് ഒരു സംഗതി. അതെങ്ങനെ വെച്ചിട്ടുണ്ടോ? നമുക്ക് മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാര് ഇങ്ങനെ കയറി വരും നമ്മുടെ തലച്ചോറില്. നമ്മൾ അവരുടെ ചലനങ്ങളും അവരുടെ ചിരി അവരുടെ കരച്ചിലൊക്കെ നമ്മളറിയാണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ കേൾക്കണ പോലൊക്കെ തോന്നും. അങ്ങനെയുണ്ട്. നിനക്കിപ്പോ ഞാൻ പറയട്ടെ, ഏറ്റവും ഇഷ്ടമുള്ള ആളാരാ? കുമാരീനെ. അങ്ങനത്തെ അല്ല ജന്തുവോ. ഈ വീട്ടില് ഏറ്റവും ഇഷ്ടമുള്ള ആരാ? വീട്ടിലെ അമ്മേനെ. അത് കഴിഞ്ഞാല് പിന്നെ അച്ഛൻ. അത് കഴിഞ്ഞിട്ടോ പിന്നെ അനന്തേട്ടൻ. കണ്ടോ? അനന്തേട്ടനോട് ബഹുമാനം. എന്ത് മാനാണെങ്കിലും ആ ബഹുമാനം ഇവിടെ മനസ്സിൽ. എന്താ നീ വിളിച്ച കാര്യം പറ. ഒരു കാര്യമുണ്ട്. ഒരു സംഭവം ഉണ്ട്. എന്ത് സംഭവം? എന്താന്ന് പറയാൻ പറ്റോ? ഞാനെങ്ങനെ പറയും? ഒന്ന് ഊഹിക്ക്. എന്താ നീ എന്താ പറഞ്ഞു? ഭയങ്കര സന്തോഷം വരുന്നൊരു കാര്യ. എന്താണ്? എനിക്ക് ആദ്യമായി ശമ്പളം കിട്ടി. ശമ്പളം കിട്ടിയ? നിനക്കോ? പിന്നെ നജീബ് പൈസ തന്നാ? ആണോ? അയ്യോ, ശമ്പളത്തിന്റെ കാര്യം അങ്ങനെ പറഞ്ഞില്ലല്ലോ. അങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മാനേജർ എന്നെ വിളിച്ചിട്ട്, ദേവിക നിങ്ങളുടെ ശമ്പളം എന്ന് പറഞ്ഞു വന്നപ്പോഴത്തേനും ശരിക്കും ഞാനും ഞെട്ടിപ്പോയിട്ടാ. ആണല്ലേ? അയ്യോ, ഇങ്ങനെ ഇത്ര നല്ല മനുഷ്യനായിരുന്നു. പിന്നല്ലാണ്ട്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ആ പൈസ ചെലവാക്കണ്ട. അത് ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുപോയി ഒതുക്കി സൂക്ഷിച്ചു വെക്കും. എനിക്ക് ചാക്കിലല്ല പൈസ കിട്ടിയത്, മൂലയിൽ കൊണ്ട് സൂക്ഷിച്ച് ഒതുക്കി വെക്കാൻ. എന്നാലും അത് ചെലവാക്കണ്ട, അവിടെ എടുത്തു വെച്ചോ. അങ്ങനെ അല്ല ഏട്ടാ, എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ശമ്പളല്ലേ, എനിക്ക് എന്തെങ്കിലും സമ്മാനം വാങ്ങിച്ചു തരണം. അത് കൊള്ളാലോ. നിനക്ക് ശമ്പളം കിട്ടിയാലും ഞാൻ എന്തിനു സമ്മാനം വാങ്ങിച്ചു തരണം? അങ്ങനല്ല ഏട്ടാ, എനിക്ക് എന്തെങ്കിലും സമ്മാനം ഏട്ടന് വാങ്ങിച്ചു തരണമെന്ന്. എനിക്ക് വാങ്ങിച്ചു തരാം? എനിക്ക് സമ്മാനം ഒന്നും വേണ്ട മോളെ. എന്താ വേണ്ടാത്ത? എനിക്ക് വേണ്ട തന്നെ. ഒന്നുമില്ലെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാരോടും ചിരിച്ച് അധ്വാനിച്ച് ഞാൻ വാങ്ങിയ സാലറി അല്ലേ. എന്തെങ്കിലും ഒന്നും വേണ്ടെന്ന്. വേണം, എന്തെങ്കിലും സമ്മാനം വേണം. ആണോ? എന്നൊരു കാര്യം ചെയ്യും, 2 പവന്റെ മോതിരം വാങ്ങിച്ചോ. അയ്യോ, 2 കുറഞ്ഞു പോയില്ല, 5 പവനായാലോ? ഓ, കുഴപ്പമില്ല. മയങ്ങല്ലേ? വേറെന്തെങ്കിലും പറ. അതിലുള്ള ഊസില്ലല്ലോ. കളിയാക്കല്ലേ, വേറെന്തെങ്കിലും പറ. വേറെന്ത് വാങ്ങിച്ചിരണം? വേറെ ഒരു കാര്യം ചെയ്യും, ഈ ഫോണൊന്ന് മാറ്റാം.
ഞാൻ പറഞ്ഞ എന്നെ വെറുതെ കളിയാക്കരുതെന്ന്. പിന്നെ എന്തടി നിനക്കിഷ്ടമുള്ളത് പറ. എനിക്കിഷ്ടമുള്ളത് അത് വേണ്ട, ഏട്ടന് ഇഷ്ടമുള്ളത് പറ. വേണ്ടെന്ന് എനിക്കിഷ്ടമുള്ളത് പറഞ്ഞാലും നിനക്ക് പറ്റില്ല. അപ്പൊ നിനക്കിഷ്ടമുള്ളത് വാങ്ങിച്ചോ. ഞാനൊരു ഷർട്ട് വാങ്ങിച്ചോട്ടെ. ആ ഷർട്ട് വാങ്ങിച്ചോ. വാങ്ങിച്ചോട്ടെ. ആ ഇനി വലിയ ചെലവുള്ളതൊന്നും വാങ്ങിക്കണ്ട. ഒരു 1000-1500 രൂപയുടെ ഉള്ളിൽ നിൽക്കുന്നത് വാങ്ങിച്ചാൽ മതി. 1500 രൂപയോ? പിന്നെ ഒരു 500 രൂപയുടെ ഷർട്ട് ഞാൻ വാങ്ങിച്ചു തരാം. 500 രൂപയോ? 500 രൂപ. അപ്പൊ 500 രൂപയാണ് നിന്റെ സമ്മാനം. 500 രൂപയല്ല, 500 രൂപയുടെ ഷർട്ടാണ് എന്റെ സമ്മാനം. എടി കുഞ്ചുവിനൊരു ഷർട്ട് വാങ്ങിക്കാൻ തകയില്ല 500 രൂപ. ആര് പറഞ്ഞു? അവന്റെ ഷർട്ടിനൊക്കെ 150 രൂപ, നിക്കറൊക്കെ 75 രൂപയ്ക്ക് കിട്ടും. ആണാ? പിന്നല്ലേ. അപ്പൊ അവന് ഷർട്ട് വാങ്ങിക്കണം, പാന്റ് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് 500, 1000 ഒക്കെ വാങ്ങിക്കാറുണ്ടല്ലോ നീ. അങ്ങനെ ഉണ്ടായോ? അതല്ലല്ലോ ഇപ്പൊ നമ്മുടെ വിഷയം. ഏടെന്ന് പറ, ഏട്ടന് ഏത് കളറിലെ ഷർട്ട് വേണം? ഏതെങ്കിലും കളറിലുള്ള ഷർട്ട് എടുത്തോ. മഞ്ഞയില് നീല വരെയുള്ളതായാലും. അതൊന്നും വേണ്ട. എന്നാ ചുമപ്പില് പിങ്ക് പൂ. അതും വേണ്ട. എന്നാ പിന്നെ ലൈൻ എല്ലാ കളറോടെ ഉള്ളത് സൂപ്പർ ആയിരിക്കും. അതൊന്നും വേണ്ട. പിന്നെ നീ അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഒരു ബ്ലാക്ക് ഷർട്ട് എടുത്തോ. ബ്ലാക്കില് മഞ്ഞപ്പൂ. ബ്ലാക്കില് മഞ്ഞപ്പൂ ഒന്നും വേണ്ട, അതൊക്കെ അമ്പിളി ഇടും. പോയില്ലേ? ഞാൻ പോയാണ് എന്താ റെസീറ്റ് ബുക്ക് എടുക്കാൻ മറന്നുപോയി തിരിച്ചു വന്നാണ്. ഇന്നെന്താ വേറെ വിശേഷം തരും ഉണ്ടോ? എന്ത് പുതിയ ഷർട്ടൊക്കെ ഇട്ട് സുന്ദരനായിട്ട്? അതെ, ബാങ്കിൽ ഒരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് മാനേജർ ഇൻസ്പെക്ഷന് വരും. അപ്പൊ ഒന്ന് മെനക്ക് നിക്കാന്ന് കരുതിയിട്ടാണ്. ആണോ? ആ നല്ലതാണോ? കൊള്ളായത്. ആ എവിടുന്നത്? ഇത് നമ്മുടെ സിറ്റി കളക്ഷൻ അല്ലേ, അവിടെ ക്ലിയറൻസ് സെയിൽ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ പൈസ ഉള്ളു. ഞാൻ ഇന്നലെ 3-4 കൊടുത്ത്. ആണോ? ഇതിന്റെ ഒപ്പം എടുത്ത് ഒരു റെഡ് കളറിലേ പച്ച ഓലമടല് കിടക്കണ പോലത്തെ ഒരു സൂപ്പർ സാധനം ഉണ്ട്. അത് വേണേ അനന്തരനെ തരാം. എനിക്കൊന്നും വേണ്ട. എനിക്ക് നല്ല പ്ലെയിൻ ബ്ലാക്ക് ഷർട്ട് ഒരെണ്ണം കിട്ടിയാ കൊള്ളാം. പ്ലെയിൻ കളർക്ക് ആരെങ്കിലും ഇടുവാ അനന്തേട്ടാ? നല്ലതല്ലടാ, അത് നല്ലതാണ്. എന്താ ഞാൻ എടുത്തോണ്ട് വരണ? അതും വേണ്ട, അതൊക്കെ ഞാൻ ആളേർപ്പാടാക്കിയാണ്. ആരാ? ഇല്ല, ഓഫീസിന്റെ. പെട്ടെന്ന് ചെല്ലണം, ആളുകൾ തെരഞ്ഞെടുത്ത് തീർത്തു കളയോ. ഹലോ, ആ കുമാരിയാ? അല്ല, ഇത് എവിടെയാ? അമ്പിളിയേട്ടനെ ഇപ്പൊ കാണാനില്ലല്ലോ. ഞാനിവിടെ തന്നെ ഉണ്ട്. നീയാണല്ലോ ഇങ്ങോട്ട് വരാത്തത്. ഞാൻ അങ്ങോട്ട് വരാറൊക്കെയുണ്ട്. എന്താ ഭയങ്കര ഗമയില്? അങ്ങനെയൊന്നുമില്ല, ഒരു ഷർട്ട് ഇന്നലെ വാങ്ങിയിട്ട് പിന്നെ ഞാൻ ഒരുങ്ങി കിടന്നാ നിങ്ങൾക്കൊന്നും ലുക്ക് ഉണ്ടാവൂല എഴുതിയിട്ടല്ലേ. കല്യാണത്തിലൊന്നുമില്ല, ഒരു വായ്പ മേടിക്കാൻ വേണ്ടി ഇച്ചിരി ഗമക്ക് ചെല്ലണേണ്. നമുക്ക് ദാരിദ്ര്യം തോന്നി അവന്മാര് മൈൻഡ് ചെയ്യൂലേ. പക്ഷെ ഇത് കൊള്ളാട്ടോ. അനന്തേട്ടൻ പറയണായിരുന്നു ഇതുപോലത്തെ ബ്ലാക്ക് കളർ വേണോന്ന്. പ്ലെയിൻ ബ്ലാക്ക് ആണ് ഇഷ്ടം. പൂക്കളുണ്ടോ? ആ ശരിയാട്ടോ, പ്ലെയിൻ ഷർട്ടുകൾക്ക് ഒരു ഭംഗിയുണ്ട്. എന്ത് ചെയ്യുന്നു? അല്ല, ഈ കറുത്ത ഷർട്ട് ഇട്ട് അനന്തേട്ടൻ എവിടെ പോണ്? ഞാൻ എവിടെയും പോണില്ല, ഞാൻ ഇവിടക്കും. അതിനെ പുതിയ ഷർട്ട് വാങ്ങണ്? എന്താ പേര് പ്രശ്നം? ഒരു പ്രശ്നം ഇല്ല. പിന്നെന്താ? അപ്പൊ അനന്തേട്ടൻ കറുത്ത ഷർട്ടൊക്കെ ഇട്ട് ഇവിടെ നിൽക്ക്, ഞാൻ എന്റെ പണിക്ക് പോട്ടെ. ശരിയെന്നാ. കുമാരിയെ കണ്ടോ? എടി കുമാരിയെ കണ്ടോന്ന്? കുമാരിയേച്ചിയോ? എന്തിനാ? കണ്ടോ ഇല്ലയോന്ന് പറ. കുമാരിയേച്ചി ഞാൻ കണ്ടു. എവിടെ? അതുവഴി അകത്തോട്ട് കയറി പോന്നെ. ഞാൻ എവിടെ നോക്കിട്ട് കണ്ടില്ലല്ലോ. എന്താ ചേച്ചി കാര്യം? അല്ല, ഞാനും അനന്തേട്ടനുണ്ടല്ലോ. ചേച്ചി എന്താണോ പറയട്ടടി ഞാൻ. പറ. ഞാനും അനന്തേട്ടനേ ആ ജാതിത്തോട്ടത്തിൽ നിന്ന് നേരത്തെ സംസാരിക്കുമ്പോ കുമാരി അതുവഴി വന്നായിരുന്നു. ഞങ്ങള് സംസാരിക്കുന്നത് അവള് കേട്ടോന്നൊരു സംശയമുണ്ട്. അല്ല, അനന്തേട്ടൻ പറഞ്ഞായിരുന്നു കേട്ട് കാണത്തില്ലെന്ന്. പക്ഷെ എനിക്ക് അപ്പം മുതലൊരു ആദി അവളോട് ഒളിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നേ. ഒളിച്ചു നിൽക്കായിരുന്നോ? അപ്പൊ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ടാവോ? ആന്നേ, ഞാനിത് എത്ര ഒളിച്ചെന്ന് കേട്ടിരിക്കുന്നു. അതൊക്കെ സത്യമായിട്ട് വന്നിട്ടില്ലേ? അയ്യോ, അതെ, നിങ്ങൾ കൈവിട്ട് വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ അവളവിടെ നിന്ന് നോക്കുന്ന കണ്ടു. അപ്പൊ തന്നെ ഞാൻ സബ്ജക്ട് മാറ്റി എന്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെയാ പറഞ്ഞത്. പക്ഷെ എന്നാലും ഒരു സംശയം. അപ്പൊ പിന്നെ കേട്ടിട്ടുണ്ടാവില്ല. കേട്ടിട്ടുണ്ടാവില്ലേ? കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലേ എന്റെ അടുത്ത് വന്ന് പറഞ്ഞേനെ എന്തെങ്കിലും. ആണോ? അപ്പൊ കേട്ടിട്ടുണ്ടായിരിക്കില്ലല്ലേ? അല്ല, നിങ്ങൾ എന്താ പറഞ്ഞേ? അല്ല, അത് അനന്തേട്ടൻ രാത്രിയില് റൂമിൽ വരും. അയ്യേ, എന്താച്ചേ രാത്രിയില്? എടി, അതൊരു ഷർട്ടിന്റെ കാര്യമാണ്. ഷർട്ടോ? അതൊക്കെ ഉണ്ടാവും, നിന്നോട് പറഞ്ഞ മനസ്സിലാകത്തില്ല. കുമാരിച്ചി എന്താ അവിടെ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാൻ അങ്ങോട്ട് പോയപ്പോ നിന്നെ കണ്ടതല്ലേ?
അപ്പൊ ഇല്ലാത്ത വിശേഷം എന്താടി ഇപ്പൊ? വെറുതെ ഇവള് എന്തൊക്കെയാ ചേച്ചി പറയണേ? അയ്യോ ഇട്ടല്ലയോ ഇട്ടുകളാ. സുഖാണോ? ചായ കുടിച്ചായിരുന്നോ? അല്ല എന്താ പറ്റിയേ? എന്നോടൊന്നും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ അല്ലേ? എന്ത്? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഇല്ല. ആ ചേച്ചിയോട് ചോദിക്കണ കാര്യം അത് ഞാൻ നിർത്തി. PSC പരീക്ഷയുടെ കാര്യല്ലേ? ചേച്ചി പറയണോന്ന് എനിക്ക് മനസ്സിലാവാറില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല. എന്താടി അവിടെ പരിപാടി? ഞാനേ ഇവിടെ ക്രിക്കറ്റ് കളിക്കാ. ആണോ? കണ്ടറിഞ്ഞൂടെ ഞാൻ ഇവിടെ തുണി അലക്കാന്ന്. തമ്മു തുണി അലക്കിക്കോ, നീ എന്നെ പിടിച്ച് തിന്നോ? ആ ഷർട്ടൊന്നും അലക്കി. എന്താ നിന്നോട് കൊറേ ദിവസമായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. എന്ത്? നിനക്ക് അമ്പിളിയേട്ടന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ ഇമ്മാരി അത്തപ്പൂക്കളെ ഷർട്ട് ഇട്ടോണ്ട് നടക്കും അമ്പിളിയേട്ടൻ. ബോറാണല്ലേ? ഭയങ്കര ബോറാടി. ഏത് ഷർട്ട് എടുത്താലും ഉണ്ട് പൂവ്, ഇല, മുള്ള്, പിന്നെ ഇങ്ങനത്തെ എന്തോ ഒരു സാധനം. ഒന്നില്ലെങ്കിൽ ഒരു കേബിൾ ടിവിയുടെ മുതലാളിയല്ലേ ഈ അമ്പിളിക്കൊക്കെ ഒരു ഡ്രസ് സെൻസും ഇല്ലെന്നേ. ഇല്ല, നീ പറഞ്ഞു കൊടുക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് വല്ല ജുബയോ പാന്റോ ഒക്കെ ഇട്ട് നടക്കാൻ. ബെസ്റ്റ്. നീ പറയണ്ട, അതാ നല്ലത്. ചേച്ചി സത്യത്തിൽ ഈ വീട്ടിലെ ഡ്രസ് സെൻസ് ഉള്ളത് അനന്തേട്ടന് മാത്രമേ ഉള്ളൂ. അനന്തേട്ടന്റെ ഷർട്ടൊക്കെ കണ്ടിട്ടില്ലേ? അനന്തേട്ടന് ഏറ്റവും ഇഷ്ടം ബ്ലാക്ക് ഷർട്ടാ. മറ്റേ ബ്ലാക്ക് പ്ലെയിൻ ഷർട്ട് ഇല്ലേ, അതാണ് അനന്തേട്ടന് ഏറ്റവും ഇഷ്ടം. അതെങ്ങനെയാ അറിയുന്നേ? അതെങ്ങനെയാ അറിയാവുന്ന കുമാരിക്ക്? അതൊക്കെ എനിക്കറിയാം. രമണി അപ്പുണ്ണേട്ടനില്ലേ അവിടെ? അവിടെ ഉണ്ടാവും. പാവം, അതിനൊന്നും പുല്ല് കൊടുത്തിട്ടില്ലാന്ന് തോന്നുന്നു. ആരമ്മേ? അറിയില്ലടാ. ആരായിരുന്നു? ഇതല്ലേ കൊട്ടിലപ്പാട്ട് വീട്? അപ്പൊ പുറത്ത് ബോർഡ് വെച്ച് കണ്ടില്ലേ? ഇല്ല. അപ്പൊ വായിച്ചിട്ട് വരൂ. പോലെ എന്താടാ നിനക്ക്? ഇത് തന്നെ മോനെ കൊട്ടിലപ്പാട്ട് തറവാട്. ആണല്ലേ? എന്തായിരുന്നു കാര്യം? ഈ കാറ് ഇവിടെ തരാൻ പറഞ്ഞു. കാറോ? കാറ് തരാൻ പറയേ? സാധാരണ ചക്ക തരാൻ പറഞ്ഞു, മാങ്ങ തരാൻ പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. കാറ് തരാൻ പറഞ്ഞു. ഏത് പൊട്ടനാ പറഞ്ഞേ? അയ്യോ, പൊട്ടനല്ല പറഞ്ഞത്, രമണൻ സാറാ പറഞ്ഞത്. രമണൻ മാവനാ? രമണൻ സാറ്. എന്താ പറഞ്ഞേ? കാർ ഇവിടെ എത്തിക്കാൻ പറഞ്ഞു. ആര്? രമണൻ സാറ്. അമ്മേ, രമണൻ മാവൻ എന്ത് ഭ്രാന്തായാ? അയ്യോ, ഭ്രാന്തൊന്നും. അപ്പൊ ഇത് പുതിയ കാറാണോ? ഇത് പുതിയ കാറല്ല. പുതിയ കാറ് സാറ് വേറെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുവരേക്ക് നിങ്ങക്ക് ഉപയോഗിക്കാനായിട്ട് ഈ കാർ ഇവിടെ എത്തിക്കാൻ പറഞ്ഞു. അമ്മേ, കൊട്ടിലപ്പാട്ട് കാറ് വന്നിട്ടാ. ഇന്നേട്ടാ ചാവി. ചാവി ഞാൻ മേടിക്കില്ല അമ്മേ. പണ്ടൊരു ചാവി മേടിച്ചിട്ട് ക്ഷീണം എപ്പോഴും മാറിയില്ല. അതെന്താടാ? അന്ന് ഷാഹിനെ ഹോട്ടലിൽ കൊണ്ടുവന്ന ചാവിയേ അമ്മ വാങ്ങിച്ചോ? നിങ്ങളുടെ പ്രസാദം വാങ്ങിക്ക. ഓ എന്റെ ഭഗവതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.